നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും രാവിലെയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സന്തോഷം നിറഞ്ഞൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്നത്തെ അതിലും പ്രധാനപ്പെട്ട സന്തോഷം നിറഞ്ഞൊരു വാർത്ത എന്തെന്നാൽ ആർട്ടിമിസ് 2 ദൗത്യം സമ്പൂർണ്ണ വിജയമായിരിക്കുന്നു. യാത്രികർ സുരക്ഷിതരായി ഭൂമിയിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വാർത്തയിലേക്ക് തന്നെ നമുക്ക് ആദ്യം തന്നെ പോകാം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ചരിത്രം കുറിച്ച ആർട്ടിമിസ് 2 ദൗത്യം സമ്പൂർണ്ണ വിജയം. ഒറിയോൺ പേടകം പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൌൺ ചെയ്തത് ഇന്ത്യൻ സമയം രാവിലെ 5:37. തിരിച്ചിറങ്ങിയത് സാന്റിയാഗോ തീരത്ത്. നൊമ്പരമായി ശ്രീനന്ദ. മൃതദേഹം ചിക്മംഗളൂരുവിൽ നിന്ന് 10 മണിയോടെ ജന്മനാട്ടിലെത്തിക്കും. തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് രാത്രി 12 മണിയോടെ. തെരഞ്ഞെടുപ്പിന് പിന്നാലെ സഭാബന്ധത്തിലുണ്ടായ ഉലച്ചിലിൽ പ്രതികരിച്ച് വി മുരളീധരൻ. ബിജെപിയുടെ ക്രിസ്ത്യൻ നയതന്ത്രം പാളിയിട്ടില്ല. PC ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും നിലപാടിൽ അഭിപ്രായം പറയാനില്ലെന്നും മുരളീധരൻ. പ്രതികരണം ന്യൂസ് 18 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ. കുംഭമേള വൈറൽ പെൺകുട്ടിയുടെ വിവാഹം നിയമക്കുരുക്കിൽ. ഡൽഹിയിൽ ഹാജരാകാൻ കേരളത്തിലെയും മധ്യപ്രദേശിലെയും DGPമാരോട് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്. വിവാഹത്തിന് പിന്തുണ നൽകിയവരും നിയമക്കുരുക്കിൽപ്പെട്ടേക്കും. സമാധാന ശ്രമങ്ങൾക്കിടെ ഇറാന് ട്രംപിന്റെ ഭീഷണി. ചർച്ചകൾ കരാറിലെത്തിയില്ലെങ്കിൽ ആക്രമിക്കും. യുദ്ധക്കപ്പലുകൾ സുസജ്ജം. സമാധാനത്തിന് വഴങ്ങുക മാത്രമേ ഇറാന് വഴിയുള്ളൂവെന്നും ട്രംപ്. ഇറാൻ US നിർണായക ചർച്ചകൾ ഇന്ന് ഇസ്ലാമാബാദിൽ. വാർത്തകളിലേക്ക് വിശദമായി പോകുമ്പോൾ അരനൂറ്റാണ്ടിന് ശേഷം മനുഷ്യനെ ചന്ദ്രന്റെ സമീപത്തെത്തിച്ച നാസയുടെ ആർട്ടിമിസ് 2 ദൗത്യം വിജയകരമായി അവസാനിച്ചിരിക്കുകയാണ്. ദൗത്യസംഘം ഭൂമിയിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. 10 ദിവസം നീണ്ടുനിന്ന ചന്ദ്രയാത്രയ്ക്ക് ശേഷം ഇന്ത്യൻ സമയം രാവിലെ 6 മണിയോടെ പസഫിക് സമുദ്രത്തിലാണ് പേടകം സ്പ്ലാഷ് ഡൌൺ ചെയ്തത്. അരനൂറ്റാണ്ടിനിപ്പുറം മനുഷ്യനെ വഹിച്ച് ചന്ദ്രനെ ചുറ്റിയ ദൗത്യമെന്ന പെരുമ നേടിയാണ് ആർട്ടിമിസ് 2 അവസാനിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ത്യൻ സമയം 5:37ഓടെയാണ് US കാലിഫോർണിയയ്ക്ക് സമീപം പസഫിക് സമുദ്രത്തിലേക്ക് ഇത് സ്പ്ലാഷ് ഡൌൺ ചെയ്യുന്നത്. അപ്പോളോ ദൗത്യങ്ങൾക്ക് ശേഷം മനുഷ്യൻ ചന്ദ്രനിലേക്ക് നടത്തിയ ഏറ്റവും വലിയ കുതിപ്പിന്റെ ഒരു ശുഭസമാപ്തി കൂടിയാണ് ആർട്ടിമിസ് 2 ഭൂമിയിലേക്ക് തിരിച്ചെത്തുമ്പോൾ സ്പ്ലാഷ് ഡൌൺ ചെയ്യുമ്പോൾ നമ്മൾ നേരിട്ട് കാണുന്നത്. US നിന്നുള്ള റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കൂക്ക്, കാനഡക്കാരനായ ജെറമി ഹാൻസൺ എന്നിവരാണ് തിരികെ എത്തിയത്. US നാവികസേനയും റെസ്ക്യൂ ടീമും അടക്കം പേടകത്തിനടുത്തെത്തി. മറ്റ് നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ പുറത്തെത്തിക്കേണ്ട നടപടിക്രമങ്ങളൊക്കെ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. USS ജോൺ P. മർത്ത എന്ന റെസ്ക്യൂ കപ്പലാണ് പേടകം വീണ്ടെടുക്കാനായി ഈ പേടകത്തിനടുത്തേക്ക് എത്തിയിട്ടുള്ളത്. യാത്രക്കാരെ പേടകത്തിൽ നിന്ന് കപ്പലിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറിൽ ഏകദേശം 40,000 കിലോമീറ്റർ വേഗത്തിലായിരുന്നു ഈ ഒറിയോൺ പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചത്. ഈ സമയത്ത് പേടകത്തിന് ചുറ്റും 2800 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. ദൗത്യത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ പേടകത്തിന്റെ ക്രൂ ക്യാപ്സ്യൂൾ, അതായത് ഈ യാത്രികർ ഇരിക്കുന്ന ഭാഗം വേർപെട്ട് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഒരു തീഗോളമായി പ്രവേശിക്കുകയാണ് ചെയ്യുക. അതിനുശേഷം ഈ പേടകത്തിലെ താപകവചം ഈ സമയം ഇവർക്ക് സംരക്ഷണം ഏകുന്ന ഒരു ഘട്ടമുണ്ടാകും. കാരണം അത്രയധികം ചൂടായിരിക്കും അവർക്ക് ആ സമയത്ത് അനുഭവപ്പെടുന്നുണ്ടാവുക. പിന്നാലെ ഘർഷണം കുറയ്ക്കാനും വേഗത നിയന്ത്രിക്കാനുമായി വിടർത്തുന്ന പാരഷൂട്ടുകളുടെ സഹായത്തോടെയായിരിക്കും ഈ പേടകം കടലിലേക്ക് പതിക്കുന്നുണ്ടാവുക. അങ്ങനെ കടലിലേക്ക് പതിച്ചതിന് ശേഷമുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്തരീക്ഷത്തിൽ പ്രവേശിക്കുന്നത് തൊട്ട് ഈ സമുദ്രപതനം വരെ 15 മിനിറ്റ് സമയമാണ് ഈ ഭൂമിയിലേക്ക് സ്പ്ലാഷ് ഡൗൺ ചെയ്യാനായി ഈ പേടകത്തിന് വേണ്ടി വന്നത്. ഇതിനെയാണ് നമ്മൾ സ്പ്ലാഷ് ഡൗൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ഒരു പ്രോസസ്സിനെ, അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുന്നത് തൊട്ട് കടലിലേക്ക് പതിക്കുന്നത് വരെയുള്ള ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സ്പ്ലാഷ് ഡൗൺ എന്ന് പ്രധാനമായും പറയുന്നത്. ഏപ്രിൽ 1 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് ഇവരുടെ ചാന്ദ്രയാത്ര തുടങ്ങിയത്. ഇപ്പോൾ 10 ദിവസം പിന്നിടുന്നു. ആകെ 11 ലക്ഷം കിലോമീറ്ററാണ് ഈ പേടകം സഞ്ചരിച്ചത്. ഇപ്പോൾ അതിൽ നിന്ന് യാത്രികരെ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഒറിയോൺ 2 ഇപ്പോൾ വിജയകരമായി സ്പ്ലാഷ് ഡൗൺ ചെയ്തിരിക്കുന്നു. യാത്രികരെ ഇപ്പോൾ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാർത്തയിലേക്ക് തന്നെ നമുക്ക് മടങ്ങിയെത്താം. കൂടുതൽ വിവരങ്ങളുമായി അജി നമ്മോടൊപ്പം ചേരും. മറ്റു ചില പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. ശ്രീനന്ദയ്ക്ക് വിട ചൊല്ലിയിരിക്കുകയാണ് ഇപ്പോൾ ചിക്മംഗളൂരു. രാത്രി 12 മണിയോടെയാണ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. ഇനി ജന്മനാട്ടിലേക്കുള്ള അവസാന യാത്രയാണ് ശ്രീനന്ദയുടെ. സംസ്കാര ചടങ്ങുകൾ 12 മണിയോടെ തിരുവില്ലാമല പാമ്പാടി ഐവർമഠം ശ്മശാനത്തിലായിരിക്കും നടക്കുക. 10 മണിയോടെ മൃതദേഹം പാലക്കാട് കടമ്പഴിപ്പുറത്തെ വീട്ടിലെത്തിക്കും. അതേസമയം തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്ന് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട്. ശരീരത്തിൽ പല ഭാഗങ്ങളിലും പോറലേറ്റ പാടുകൾ അടക്കമുണ്ട്. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അസാധാരണമായി ഒന്നും കണ്ടെത്താനായിട്ടില്ല. മരച്ചില്ലകളിൽ തട്ടിയാകാം വസ്ത്രങ്ങൾ കീറിയതെന്നാണ് ഇപ്പോഴത്തെ പ്രാഥമിക നിഗമനം. ചിക്കമംഗളൂരുവിൽ നിന്ന് കെ വി ബൈജുവും പാലക്കാട് കടമ്പഴിപ്പുറത്ത് നിന്ന് സി വി അനുമോദും ചേരുന്നുണ്ട്. കെ വി ബൈജുവിലേക്ക് പോകുമ്പോൾ, ബൈജു, ഇപ്പോൾ ഇതാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇത് കാൽവഴുതി താഴേക്ക് വീണുണ്ടായ ഒരു അപകടം തന്നെയാണെന്നുള്ള നിഗമനത്തിലേക്കാണ് എത്തുന്നത്. അനുശ്രീ, അങ്ങനെ ഇപ്പോൾ കൃത്യമായി പറയാൻ സാധിക്കില്ല. കാരണം പ്രാഥമികമായ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഇത് തന്നെയാണ്. തലക്കേറ്റ ആഴത്തിലുള്ള, അതായത് വലതുഭാഗത്ത്, തലയുടെ വലതുഭാഗത്ത് ഏറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണം. അങ്ങനെ ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം അനുശ്രീ സൂചിപ്പിച്ചതുപോലെ ശരീരമാസകലം പോറലേറ്റ പാടുകളുണ്ട്. അതൊരു പക്ഷേ ഈ വലിയ 1500 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് വീഴുമ്പോൾ മരച്ചില്ലകൾക്കും മറ്റും തട്ടി പോറലേറ്റതാണ്. ആ വസ്ത്രം കീറിയ നിലയിലൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്. അത് ഇത്തരത്തിൽ വസ്ത്രം കീറിയതാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായത് ഈ ശ്രീനന്ദ എന്ന് പറയുന്ന 15 വയസ്സുകാരി ഏതെങ്കിലും തരത്തിൽ അതിക്രമം നേരിട്ടിട്ടുണ്ടോ എന്നതാണ്. ആ കാര്യത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പൂർണ്ണമായും എത്തിയാൽ മാത്രമേ ഒരു നിഗമനത്തിൽ എത്താൻ സാധിക്കും. ഇപ്പോഴും ഇതിൽ ഒരു അവ്യക്തതയുണ്ട്. കാരണം ഈ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രാഥമികമായി മാത്രം നമുക്ക് ലഭിച്ച ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. പൂർണ്ണമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കണമെങ്കിൽ ശ്രീനന്ദയുടെ മൃതദേഹം 10 മണിയോടെ നാട്ടിലെത്തിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത് ഒരു പക്ഷേ മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് വീണുണ്ടായ അപകടമാകാം. തലയ്ക്ക് പിന്നിലേറ്റ് മുറിവാണ്, ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം തന്നെ എല്ലുകൾക്കടക്കം നിരവധി ഒടിവുകളും മുറിവുകളും ഒക്കെ ദേഹത്ത് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയുടെ മുകളിൽ നിന്ന് വീണതാണോ എന്നൊരു സംശയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ബൈജു, തുടരാം. അനുസരി അത് തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമാവുക. പൂർണ്ണമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. അതിൽ ശ്രീനന്ദ എന്ന് പറയുന്ന 15 വയസ്സുകാരി ഏതെങ്കിലും തരത്തിൽ അതിക്രമം നേരിട്ടിട്ടുണ്ടോ എന്നത് അറിയാൻ സാധിക്കൂ. നമുക്ക് ലഭിച്ച നിലവിലെ പ്രാഥമികമായ ഒരു വിവരമനുസരിച്ച് ഈ കൊക്കയിലേക്ക് താഴ്ചയിലേക്ക് വീഴുമ്പോൾ പല പരിക്കുകളും ഉണ്ടായിട്ടുണ്ട്. വസ്ത്രം കീറുന്നതുൾപ്പെടെ ഈ ഒരു കൊക്കയിലേക്ക് വീഴുന്ന സമയത്ത് മരച്ചില്ലകളിൽ തട്ടിയാകാമെന്ന ഒരു നിഗമനത്തിലാണ് ഇപ്പോൾ പ്രാഥമികമായ പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. അതേസമയം നമുക്ക് വളരെ പ്രധാനം, ഈ കുടുംബം പോലും ഇന്നലെ രാത്രി വൈകിയും ആരോപിച്ചത് ഇതിൽ സംശയങ്ങൾ ഉണ്ട് എന്നതാണ്. കാരണം ഇവർ സഞ്ചരിച്ച വഴിയിൽ നിന്നും വളരെ മാറിയാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ആ സ്ഥലം നേരത്തെ പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരു മൃതദേഹം അവിടെ കണ്ടെത്താനും സാധിച്ചില്ല. അങ്ങനെ ചില സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. പക്ഷേ 2 സാധ്യതകളാണ് ഇതിൽ പ്രധാനമായും പോലീസ് പറയുന്നത്. നമ്മൾ പോലീസുമായി സംസാരിച്ചിരുന്നു. പോലീസ് 2 സാധ്യതകളാണ് പറയുന്നത്. അതിൽ ഒന്ന്, ഏറ്റവും പ്രധാനം ഇത് തന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ പെൺകുട്ടിയെ ഇവരുടെ കൂട്ടത്തിൽ നിന്നും ആരെങ്കിലും പിടിച്ചുകൊണ്ടുപോയി വല്ല അതിക്രമവും നടത്തിയോ എന്നത്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂർണ്ണമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ അതിലൊരു വ്യക്തത വരൂ. രണ്ടാമത്തെ ഒരു സാധ്യത, കുട്ടി ഇവരുടെ കൂടെ യാത്ര ചെയ്ത സമയത്ത് പുറകിലോ മറ്റോ ആയി അങ്ങനെ കാൽ വഴുതി വലിയ കൊക്കയിലേക്ക് പതിച്ചതാകാമെന്ന്. പക്ഷേ അത് അങ്ങനെ പറയുമ്പോഴും പോലീസ് പറയുന്നത് ഇവരുടെ മൊഴി, ഈ കുടുംബത്തിന്റെ മൊഴി, ഈ കുട്ടി കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെയൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. 5:20 ഈ കുട്ടിയുടെ ഒപ്പമുള്ള ഫോട്ടോ എടുത്തിരുന്നു. കൂട്ടത്തിൽ തന്നെ വരുമ്പോൾ ഇവർ സഞ്ചരിച്ചതിൽ നിന്നും വളരെ മാറിയ ഒരു സ്ഥലത്ത് ഈ കൊക്കയിലേക്ക് കുട്ടി എങ്ങനെയാണ് പതിച്ചത് എന്നതാണ്
എന്നാണ് ഒരു ചോദ്യം ഉയരുന്നത്. ഏതായാലും ചില സംശയങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അത് നമുക്ക് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി വന്നാൽ മാത്രമേ അത്തരം കാര്യങ്ങൾ നമുക്കിപ്പോൾ പങ്കുവെക്കാൻ സാധിക്കൂ. ഏതായാലും അത് കൃത്യമായി ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പരിശോധിക്കേണ്ടതുണ്ട്. നിലവിൽ തലക്കേറ്റ തലയുടെ വലതുഭാഗത്തേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണം. മൃതദേഹത്തിന് ഏകദേശം 3 ദിവസത്തിലധികം പഴക്കമുണ്ട് എന്ന് പ്രാഥമികമായും കണ്ടെത്തിയിട്ടുണ്ട്. അത് നേരത്തെ കുടുംബം പറഞ്ഞത് ഈ പഴക്കം 2 ദിവസത്തെ പഴക്കമേ ഉള്ളൂ എന്നതാണ്. പക്ഷേ അത് അങ്ങനെയല്ല. ഒരു പക്ഷേ ചൊവ്വാഴ്ച വൈകിട്ടോ അല്ലെങ്കിൽ ബുധനാഴ്ച രാവിലെയോ അങ്ങനെ ഏതെങ്കിലും സമയങ്ങളിലായിരിക്കാം മരണം സംഭവിച്ചത്. കൊക്കയിലേക്ക് വീണ് ഒരു പക്ഷേ മണിക്കൂറുകളോളം അവിടെ സഹായിക്കാൻ ആളില്ലാതെ രക്ഷപ്പെടാൻ കഴിയാതെ അങ്ങനെ കിടന്നിട്ടുണ്ടാകാം. മരണം സംഭവിച്ചത് ബുധനാഴ്ചയാകാം. അതൊക്കെ ഇനി പൂർണ്ണമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ. എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ ഒരു സ്ഥലത്ത് മണിക്ധാര എന്ന് പറയുന്ന ആ സ്ഥലത്തിന് തൊട്ടടുത്താണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടുന്ന് മണിക്ധാര കൃത്യമായ പോയിന്റിലേക്ക് പോയാൽ മൊബൈൽ റേഞ്ച് കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. ഏതായാലും ഇന്നലെ രാത്രി 12 മണിയോടുകൂടിയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. അതായത് 7 മണിക്ക് 12:30ക്കാണ് മൃതദേഹം കണ്ടെത്തുന്നത്. 7 മണിയോടുകൂടി മൃതദേഹം ചിക്കമംഗളൂരു ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് എത്തിക്കുന്നു. പിന്നീട് 2 വിദഗ്ധ ഡോക്ടർമാരുടെ സാന്നിധ്യത്തിലാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയത്. പ്രധാനമായും കുടുംബം ആവശ്യപ്പെട്ടത് കേരളത്തിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സേവനം ഈ ഒരു പോസ്റ്റ്മോർട്ടത്തിന് വേണമെന്നായിരുന്നു. പക്ഷെ അത് കർണാടക സർക്കാർ അല്ലെങ്കിൽ പോലീസ് അതിന് തയ്യാറായില്ല. അതിന് പകരം ഇതിന്റെ മുഴുവൻ വീഡിയോയും ചിത്രീകരിച്ച് കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട്. അത്തരമൊരു നടപടി പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ വൈകി 12 മണിയോടുകൂടിയാണ് ശ്രീനന്ദയ്ക്ക് ചിക്കമംഗളൂരു ഇവിടെ നിന്നും വിട നൽകിയത്. വൈകാരികമായ കാഴ്ചയായിരുന്നു, സങ്കടകരമായ കാഴ്ചയായിരുന്നു. അച്ഛൻ രമേശൻ അവിടെ ഈ സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അമ്മ രോഹിണി ആ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും വലിയ സങ്കടത്തോടു കൂടിയാണ് ഇവിടെ നിന്നും ശ്രീനന്ദയെ അവസാന യാത്രയാക്കിയത്. ആ കുടുംബം അവരുടെ കൂടെ തന്നെ പോയിട്ടുണ്ട്. 40 പേരടങ്ങുന്ന സംഘത്തിൽ 30 പേർ നേരത്തെ തന്നെ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. മറ്റുള്ള 10 പേർ ഇവിടെ കഴിഞ്ഞ 4-5 ദിവസമായി ഇവിടെ തുടരുകയായിരുന്നു. തെരച്ചിലിൽ വ്യാപകമായിരുന്നു. ഏതായാലും വലിയ തെരച്ചിലിനൊടുവിലാണ് ഈ ശ്രീനന്ദയെ കണ്ടെത്താൻ സാധിച്ചത്. ഇപ്പോഴും നമുക്ക് ഇതിൽ പൂർണ്ണമായും സംശയങ്ങൾ മാറിയിട്ടില്ല എന്ന് പറയേണ്ടി വരും. അതിൽ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, പൂർണ്ണമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ കൃത്യമായ മരണകാരണം വ്യക്തമാകൂ. നിലവിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷവും പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോഴും കുടുംബം ആരോപിച്ചതുപോലെ വലിയ തോതിലുള്ള അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇതിൽ ഇനി നമുക്ക് അറിയേണ്ടത് പെൺകുട്ടി 15 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി ഈ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അതിക്രമം നേരിട്ടിട്ടുണ്ടോ എന്നത് തന്നെയാണ്. അത് ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി മാത്രമേ ആ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരൂ. നിലവിലെ എല്ലുകളൊക്കെ അസ്ഥികളൊക്കെ പൊട്ടിയ നിലയിലാണ്. അത്രത്തോളം വലിയ ഒരു കൊക്കയാണ്. 1500 അടി താഴ്ചയാണ്. 4-5 മണിക്കൂർ എടുത്താണ് മൃതദേഹം പുറത്തേക്ക് പോലും എടുക്കാൻ കഴിഞ്ഞത്. ഇവർ സഞ്ചരിച്ച വഴിയിൽ നിന്നും വളരെ മാറി ഒരു സ്ഥലത്ത് ഇത്തരത്തിലൊരു കൊക്കയിലാണ് ഈ ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തത്. അതാണിപ്പോൾ ഒരു സംശയത്തിന് ഇടവരുന്നത്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാധ്യതകൾ ഒരുപാടുണ്ട്. ഇനി ഇത്തരം തട്ടിക്കൊണ്ടുപോയി ഒരു കൊലപാതകം എന്ന നിലയിൽ അല്ലെങ്കിൽ എന്താണ് ശ്രീനന്ദയ്ക്ക് സംഭവിച്ചതെന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു ഉത്തരം നൽകാൻ ഇപ്പോഴും നമുക്ക് ഈ ചിക്കമംഗളൂരിൽ നിന്നും അല്ലെങ്കിൽ ഈ മണിക്ധാര ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്നും ഇപ്പോഴും നമുക്ക് പറ്റാത്ത സാഹചര്യം തന്നെയാണ്. അവ്യക്തത ഇപ്പോഴും തുടരുന്നുണ്ട്. ഏതായാലും ഈ ദുരൂഹതയൊക്കെ അകലണമെങ്കിൽ പൂർണ്ണമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം. അത് ഏതായാലും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വൈജു തുടരുക. ഇപ്പോൾ പാലക്കാട് നിന്ന് ശ്രീനന്ദയുടെ വീട്ടിൽ നിന്നും CV അനുമോദ് കൂടി ചേരുന്നുണ്ട്. അനുമോദ്, അങ്ങനെ ഇപ്പോൾ ശ്രീനന്ദ വിട പറയുകയാണ്. ഒരു വിനോദയാത്രക്കായി വളരെ സന്തോഷത്തോടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതായിരുന്നു ശ്രീനന്ദ. ഇപ്പോൾ കണ്ണീരോടെയാണ് ആ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. കണ്ണീരോടെയാണ് അവളെ സ്വീകരിക്കാൻ ആ നാട്ടുകാരൊക്കെ ഒരുങ്ങിയിരിക്കുന്നത്. എത്ര മണിയോടെയാണ് മൃതദേഹം ഇപ്പോൾ നാട്ടിലെത്തിക്കുക? 10 മണി എന്ന് പറയുന്നുണ്ടെങ്കിലും ആ സമയത്ത് തന്നെ എത്താനുള്ള സാധ്യതയുണ്ടോ? അനുശ്രീ, ഒരു നാട് മുഴുവൻ ആഘോഷമായിട്ട് വിനോദയാത്രയ്ക്ക് പോയത് തിരിച്ചെത്തുമ്പോൾ ഒരു വിലാപയാത്രയാവുന്ന സാഹചര്യമാണുള്ളത്. നമ്മൾ നിൽക്കുന്നത് ശ്രീനന്ദയുടെ വീടിന് മുൻപിലാണ്. ഇവിടെ രാവിലെ മുതൽ തന്നെ ഈ ഒരു വാർത്ത കേട്ടറിഞ്ഞ ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 9 മണിക്ക് ശേഷം മൃതദേഹം ഇവിടേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നേരത്തെ ബൈജു സൂചിപ്പിച്ചതുപോലെ ഈ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരങ്ങൾ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒരു
ദുരൂഹത ഈ ആദ്യഘട്ടത്തിൽ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അപ്പോഴും എങ്ങനെ ഈ ഒരു അപകടം സംഭവിച്ചു എന്ന ചോദ്യമാണ് എല്ലാവർക്കും ഉയരുന്നത്. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ആ കുട്ടി എത്തിപ്പെട്ടത്, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നതിൽ ചില അവ്യക്തതകൾ നിലനിൽക്കുന്നതുണ്ട്. അതുതന്നെയാണ് ഇവിടെ എല്ലാവരുടെയും മുമ്പിൽ ഉത്തരം കിട്ടാത്ത ചോദ്യമായി നിലനിൽക്കുന്നത്. എങ്ങനെ ഈ ഒരു യാത്രക്കിടെ സംഘത്തിൽ നിന്ന് വേർപെട്ട് ഈ കുട്ടി 1500 അടി താഴ്ചയിലേക്ക് എത്തി ഈ കുട്ടിയുടെ മൃതദേഹം അവിടെ കണ്ടെത്തി എന്നത് തന്നെയാണ്. മറ്റ് അതിക്രമങ്ങളുടെ ലക്ഷണങ്ങളൊന്നും പ്രാഥമികമായിട്ട് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയില്ലെങ്കിൽ ഇല്ല എന്ന് റിപ്പോർട്ട് വരുന്ന സാഹചര്യത്തിൽ ഈ കുട്ടിയുടെ മരണം എങ്ങനെ സംഭവിച്ചു എന്നത് തന്നെയാണ് പ്രധാനമായിട്ട് വരുന്ന ചോദ്യം. എന്താണെങ്കിലും ഒരു സാഹചര്യവുമായി പൊരുത്തപ്പെടാനുള്ള ഒരു പ്രതിസന്ധിയിലാണ് ഈ കുടുംബം. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ നമ്മൾ വീടിൻ്റെ പുറത്താണ് നിൽക്കുന്നത്. ആളുകളൊക്കെ എത്തി തുടങ്ങുന്നുണ്ട്. പലരും നമുക്ക് മാധ്യമങ്ങൾക്ക് സംസാരിക്കുന്നതിന് പല പരിമിതികളും ഈ ഒരു ഘട്ടത്തിൽ ഇവിടെയുണ്ട്. വീട്ടുകാരുമായി നമ്മൾ ആദ്യഘട്ടത്തിൽ സംസാരിച്ചിരുന്നു. അവർ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അംഗീകരിച്ചു എന്ന തരത്തിൽ തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്ന് നിലപാട് ഉള്ളത്. അതിനി 9 മണിയോടെ മൃതദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 10 മണിയോടെ മൃതദേഹം തിരുവില്ലാമല പാമ്പാടി ഐവർ മഠത്തിലേക്ക് കൊണ്ടുപോകും. അവിടെയായിരിക്കും സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ ഉണ്ടാവുക. ഉച്ചയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കൊണ്ടുവന്നാൽ അരമണിക്കൂറോളം സമയം മാത്രമേ ഇവിടെ ഉണ്ടാവൂ എന്നാണ് വീട്ടുകാർ അറിയിച്ചിരിക്കുന്നത്. കാരണം ഇത്രയും ദിവസത്തെ പഴക്കമുള്ളതുകൊണ്ട് തന്നെ ഒരു പൊതുദർശനം ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന സാഹചര്യം ഈ ഘട്ടത്തിൽ അനുയോജ്യമാകില്ല. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ഈ ചടങ്ങുകൾ പൂർത്തീകരിക്കും എന്നാണ് അറിയുന്നത്. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ച് പ്രധാനപ്പെട്ടത് ഇനി വരാനുള്ള പോസ്റ്റ്മോർട്ടത്തിൻ്റെ വിശദമായ വിവരങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ്. എങ്ങനെയായിരിക്കും, എന്തായിരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. എന്താണ് ഏട്ടാ, എപ്പോഴെത്തുന്നുള്ള വിവരം കിട്ടിയോ? ഒരു 10 മണി കഴിയുന്ന പറഞ്ഞു. 10-10:30 ഉള്ളിൽ എത്തുന്ന പറഞ്ഞു. ഇപ്പോൾ ചുരം ഇറങ്ങാനെന്ന് പറഞ്ഞു. അതേപോലെ 1 മണിക്ക് എടുക്കുന്ന മാതിരി മടത്തേക്ക് കൊണ്ടുപോകണം. 1 മണിക്ക് എടുക്കുന്ന മാതിരി 1 മണിക്ക് ഇവിടെ 2 മണിക്കൂറോളം സമയം കഷ്ടിക്കില്ലേ? അതുണ്ടാവും. 2 മണിക്കൂറിലധികം ഉണ്ടാവും. 10-10:30 എത്തുണ്ടാവും. പൊതുദർശനമായിട്ടൊന്നുമില്ല, ഇവിടെ തന്നെ അല്ലേ? പൊതുദർശനം തന്നെ 1 മണി വരെ ഉള്ളത്. അല്ല, ഇവിടെ തന്നെ അല്ലേ ഉള്ളൂ? സ്കൂളിലേക്കൊന്നും കൊണ്ടുപോകില്ല, വേറെ ഇടയ്ക്ക് കൊണ്ടുവന്നു. അവിടുന്ന് വേറെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളും, അതായത് ഈ ദുരൂഹതയൊന്നും ഇല്ലാന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെ ഉത്തരം കിട്ടാതെ വിശ്വസിക്കാൻ കഴിയില്ല. അങ്ങനെ ദുരൂഹത ഇല്ലാന്ന് പറഞ്ഞാലും നമുക്ക് സംഭവിച്ചു. അതെ, ഫോണൊന്നും ഇല്ലാത്ത കുട്ടിയാണ്. അപ്പൊ പോയിട്ട് സെൽഫി എടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല അവിടെ. നമുക്ക് മുമ്പിൽ ഉത്തരം കിട്ടാത്തൊരു ചോദ്യം. അതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. 10 മണിയോടെ മൃതദേഹം ഇവിടേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അറിഞ്ഞിട്ടുള്ളത്. ഉച്ചയ്ക്ക് 1 മണി വരെ ഇവിടെ തന്നെ മൃതദേഹം ഉണ്ടാകും. അതിനുശേഷം പാമ്പാടി അയ്യൂർ മഠത്തിലേക്ക് സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോകും. അപ്പോഴും ഉയരുന്ന ചോദ്യം എങ്ങനെ ഈ ഒരു മരണം സംഭവിച്ചു എന്നത് തന്നെയാണ്. അനുശ്രീ. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. KV ബൈജു തുടരുന്നുണ്ട്. ബൈജു, വലിയൊരു ദുരൂഹത അപ്പോഴും അവശേഷിക്കുകയാണ്. ഈ വ്യൂ പോയിന്റിനടുത്തേക്കുള്ള ദൂരം പാർക്കിങ്ങിൽ നിന്ന് അത് വലിയൊരു ദൂരമായിരുന്നു. കാരണം ചുരുങ്ങിയ ഒരു സമയത്തിനുള്ളിലാണ് ഈ കുട്ടിയെ കാണാതായത് എന്ന് പറയുമ്പോൾ വലിയ ദൂരത്തേക്കാണെങ്കിൽ എന്തുകൊണ്ടായാലും ആ 40 അംഗ സംഘത്തിന് പെൺകുട്ടി പോകുന്നത് കാണാൻ സാധിക്കുമായിരുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പുറത്തു വരുന്ന വിവരം, ഈ വ്യൂ പോയിന്റിലേക്ക് പോകാൻ ഒരൊറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അത് വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു വഴിയായിരുന്നു. താഴേക്ക് വീഴാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതെ സോറി, നമ്മൾ ഈ നാട്ടുകാരുമായി, ഈ പ്രദേശവാസികളുമായി ഒക്കെ സംസാരിച്ചിരുന്നു. പക്ഷെ അവർ പറയുന്നത് ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു അപകടം ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ്. അതും മാത്രമല്ല, ഈ മാണിക്ദാര വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് നിരവധി കൊക്കകളുണ്ട്, ശരിയാണ്. പക്ഷേ അതുപോലെ വെള്ളച്ചാട്ടമുണ്ട്. പക്ഷേ ഇവരെല്ലാം കൂട്ടത്തോടുകൂടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അത് തന്നെയാണ് ഈ കുടുംബവും പറയുന്നത്. അതായത് 30-40 പേരടങ്ങുന്ന ഈ സംഘം ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. തൊട്ട് ശ്രീനന്ദയെ കാണാതാവുന്നതിന് തൊട്ട് മുൻപ് ഇവർ ഒരു ഫോട്ടോയിൽ ഇവർ എല്ലാം ഒരുമിച്ച് കൂടുന്നു. പിന്നീടൊരു 4-5 മിനിറ്റിനകം പെട്ടെന്നാണ് ശ്രീനന്ദയെ കാണാതാവുന്നത്. അതാണ് ഇതിൽ വലിയൊരു ദുരൂഹത തുടക്കത്തിൽ ഉയരാൻ ഉണ്ടായ കാരണം. അതിനുശേഷം ഇപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയത്, അതായത് ഈ കാർ പാർക്കിങ്ങിന്റെ സ്ഥലത്ത് നിന്നും ഏകദേശം തൊട്ടടുത്താണ് ഇവർ എത്തിയിരുന്നത്. ആ സമയത്താണ് ശ്രീനന്ദയെ കാണാതാവുന്നത്.
പക്ഷേ മൃതദേഹം കണ്ടെത്തിയത് 4-5 കിലോമീറ്റർ മാറി. അതൊരു പക്ഷേ ഈ വലിയ കൊക്കയായതുകൊണ്ട് തന്നെ അവിടത്തേക്ക് എത്താൻ 4-5 കിലോമീറ്റർ ചുറ്റി വേണം. വളരെ സാഹസികമായാണ് അവിടെ ഈ മൃതദേഹം പുറത്തെടുക്കുന്നതൊക്കെ. മണിക്കൂറുകൾ പരിശ്രമത്തിനൊടുവിലാണ് പുറത്തേക്ക് എടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അത് അത്ര വലിയൊരു കൊക്കയായതുകൊണ്ടാകാം. പക്ഷേ ഈ ഒരു ഭാഗത്തേക്ക് ഈ സംഘം സഞ്ചരിച്ചിട്ടേ ഇല്ല എന്നാണ് കുടുംബം പറയുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒരു ആശങ്കയായി. ഇപ്പോൾ എന്താണ് ഇതിനുള്ള ഉത്തരം കിട്ടാത്ത ചോദ്യമായി അനുപത് പറഞ്ഞതുപോലെ ഇപ്പോഴും അവശേഷിക്കുന്നത്. അതിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരു വ്യക്തത വരുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നിലവിൽ പോലീസ് അന്വേഷണം തൃപ്തികരമാണെന്നാണ് കുടുംബം ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. പോലീസ് അന്വേഷണം അത് മുഖ്യമന്ത്രി തലത്തിലും കർണാടക ആഭ്യന്തരമന്ത്രി തലത്തിലും വലിയ ഇടപെടൽ ഉണ്ടായതിനെ തുടർന്നാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കൂടുതൽ രക്ഷാപ്രവർത്തനത്തിന് ഇന്നലെ ഇറങ്ങുന്ന സാഹചര്യമുണ്ടായി. മൃതദേഹം കണ്ടെത്തിയത് മുതൽ വളരെ വേഗത്തിൽ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. രാത്രി തന്നെ 12 മണിവരെ സർജൻ ഉൾപ്പെടെ ഈ ഒരു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് നേതൃത്വം നൽകി. അതിനുശേഷം 12 മണിക്ക് ഈ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെ സംഭവ സ്ഥലത്തെത്തി ഈ മൃതദേഹം കൈമാറുന്ന സാഹചര്യമുണ്ടായത്. നമുക്ക് ഇതിൽ ഈ ദുരൂഹത പൂർണ്ണമായും അകന്നു എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ നിലവിലെ കണ്ടെത്തൽ അതിൽ ഒരു ദുരൂഹത ഇല്ല എന്ന് ഇപ്പോൾ എടുത്തു പറയേണ്ടി വരും. അപ്പോഴും ഈ ഉയരുന്ന ചോദ്യം അത് തന്നെയാണ്. വലിയ തോതിൽ അനുശ്രീ പറയുന്നത് പോലെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു യാത്ര, തൊട്ട് മുൻപ് വരെ ഏതെങ്കിലും തരത്തിൽ കുട്ടി അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു വിഷമം കുട്ടിക്ക് ശ്രീനന്ദയ്ക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ സ്വയം ഇങ്ങനെ ഒരു കുഴിയിലേക്ക് ചാടി അല്ലെങ്കിൽ ഒരു ജീവനെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകാൻ ഒരു സാധ്യത നീങ്ങാതെ നിലനിൽക്കുകയാണ്. എങ്ങനെ കുട്ടി അവിടെ എത്തി, എങ്ങനെ താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതൊക്കെ ഒരു വലിയ ദുരൂഹതയായി അവിടെ നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഏകദേശം 10:15 ശ്രീനന്ദയുടെ മൃതദേഹം നാട്ടിലെത്തിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 1 മണിയോടെ ആയിരിക്കും സംസ്കാരം ഉണ്ടാവുക. KV ബൈജുവും CV അനുമോദുമാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ അരനൂറ്റാണ്ടിന് ശേഷം മനുഷ്യനെ ചന്ദ്രന്റെ സമീപത്തെത്തിച്ച നാസയുടെ ആർട്ടിമിസ് 2 ദൗത്യം വിജയകരമായി അവസാനിച്ചിരിക്കുകയാണ്. ദൗത്യസംഘം ഭൂമിയിൽ തിരിച്ചെത്തിയെന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് പുറത്തുവരുന്നത്. 10 ദിവസം നീണ്ടുനിന്ന ചന്ദ്രയാത്രയ്ക്ക് ശേഷമാണ് ഇന്ത്യൻ സമയം രാവിലെ 6 മണിയോടെ പസഫിക് സമുദ്രത്തിലേക്ക് ഈ പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്യുന്നത്. വിവരങ്ങളുമായി അജയ് സുധാബിജു ചേരുന്നുണ്ട്. അജയ്, ചരിത്രം ഭൂമി തൊട്ടിരിക്കുകയാണ്. ആർട്ടിമിസ് യാത്രികർ എങ്ങനെ തിരിച്ച് ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ ഈ 4 പേരും സുരക്ഷിതരാണ് എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവർ 4 പേരും ഈ പേടകത്തിൽ നിന്ന് പുറത്തെത്തി കഴിഞ്ഞു. അതിനുശേഷം ഒരു മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ മെഡിക്കൽ ചെക്കപ്പിൽ ഡോക്ടർ ഗ്രീൻ സിഗ്നൽ ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഗ്രീൻ സിഗ്നൽ എന്ന് പറഞ്ഞാൽ ഇവർ 4 പേരും സുരക്ഷിതരാണ് എന്നാണ് അർത്ഥമുള്ളത്. മറ്റ് പ്രാഥമികമായിട്ട് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. എന്നാലും ഇവരെ ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇതിനു മുൻപ് ആക്സിയം സ്പേസ് മിഷന്റെ ഭാഗത്ത് കണ്ടതാണ്. ഇവരെ 4 പേരും ഇപ്പോൾ ഉടനെ മറ്റ് കാര്യങ്ങൾക്ക് വിടാൻ കഴിയില്ല. ഇവരെ പ്രത്യേക ഒരു നിരീക്ഷണത്തിൽ പാർപ്പിച്ചതിന് ശേഷം പിന്നീട് മാത്രമേ ഇവരെ പുറത്തേക്ക് കൊണ്ടുവരികയുള്ളൂ. അതുപോലെ തന്നെ ഇനി നാസയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ഔദ്യോഗിക പ്രതികരണം ഉൾപ്പെടെ ഇനി വരും മണിക്കൂറുകളിൽ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് ഇന്ത്യൻ സമയം ഒരു 5:07 ഇത് ഭൗമ ഉപരിതലത്തിൽ പ്രവേശിച്ചത്. അതിനുശേഷം 5:37 ഇത് പിന്നീട് പസഫിക് സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യുന്നത്. ഒരു ചരിത്ര മിഷനാണ് ഇത് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാം. ഇതിനു മുൻപേ 1972 അപ്പോളോ 17 മനുഷ്യൻ ഭൂമിയുടെ ഒരു ഭ്രമണപഥം ഭേദിച്ച് പുറത്തേക്ക് പോകുന്നത്. അതുവരെ ഒരു ഭൗമ ഉപരിതലത്തിലുള്ള മിഷൻസും അതുപോലെ അത്തരം കാര്യങ്ങളൊക്കെ ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു ഭൂമിയുടെ ഒരു ഭ്രമണപഥം ഭേദിച്ച് ഇത് പുറത്തേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന പേടകം എന്നുള്ള ഒരു റെക്കോർഡ് കൂടി ഇത് മറികടന്നിട്ടുണ്ട്. ഇതിനു മുൻപേ ആ റെക്കോർഡ് ഉണ്ടായിരുന്നത് അപ്പോളോ 17 പേരിലായിരുന്നു. അത് അന്ന് ഭൂമിയിൽ നിന്ന് സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ഏതാണ്ട് 4,171 കിലോമീറ്റർ ആണ്. എന്നാൽ ഇന്ന് ആർട്ടമിസ് 2 അതിനെ ഭേദിച്ചുകൊണ്ട് 4,06,771 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയോടെയാണ് ആ ഒരു റെക്കോർഡ് മറികടന്ന് ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്ന പേടകം എന്നുള്ളത്. എന്നാൽ ഇത് ഒരു ചാന്ദ്ര മിഷൻ ആണെങ്കിലും ചന്ദ്രനിൽ ഈ പേടകം ഇറങ്ങിയില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇതിനു മുൻപേ നമുക്കറിയാം മുൻപാണ് ഇത്തരം ഒരു ചാന്ദ്ര മിഷൻസ് ഒക്കെ കൂടുതലായിട്ട് നടന്നുകൊണ്ടിരുന്നത്. ആ സമയത്ത് കോൾഡ് വാറിന്റെ ഭാഗമായിട്ട് ഈ അമേരിക്കയും അതുപോലെ തന്നെ റഷ്യയും പരസ്പരം മത്സരിച്ചുകൊണ്ടുള്ള ഒരു സ്പേസ് മിഷൻസ് ആയിരുന്നു ആ സമയത്ത് ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ
അമേരിക്ക കൂടുതലായിട്ട് അവർക്ക് ആ കോൾഡ് വാറിൽ ഒരു മേൽക്കൈ കിട്ടാൻ വേണ്ടി കൂടുതലായിട്ട് 1969 ഫസ്റ്റ് ചാന്ദ്ര മിഷൻ നടത്തുന്നു. അതിനുശേഷം തുടർന്നുള്ള വർഷങ്ങളിൽ അവർ കുറച്ച് കൂടുതൽ മിഷൻസ് നടത്തി 1972 അത് അവസാനിപ്പിച്ചത്. അപ്പോൾ അന്നത്തെ കണക്കിൽ ബില്യൺ കണക്കിന് ഡോളർ ചെലവ് വരുന്ന ആ ഒരു മിഷൻ ലീഡ് ചെയ്ത് പിന്നീട് ഇത്തരത്തിലൊരു ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കുക അത്ര സാഹസപ്പെട്ട കാര്യങ്ങളൊന്നും പിന്നീട് ഇപ്പോൾ നാസയാണെങ്കിലും മറ്റ് സ്പേസ് ഏജൻസികളാണെങ്കിലും ചെയ്തു വന്നില്ല. പക്ഷെ പിന്നീട് ഒരു വർഷങ്ങൾക്ക് ശേഷം ചൈന മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കും എന്നൊരു പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെയാണ് നാസ അവരുടെ ചാന്ദ്ര ദൗത്യങ്ങൾ അത് കുറച്ചുകൂടി വേഗത്തിലാക്കാൻ തുടങ്ങിയത്. 2030 ചൈന മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കും എന്നൊരു പ്രഖ്യാപനം നടത്തുന്നത്. അതിന് പിന്നാലെ നാസ അവരുടെ ദൗത്യങ്ങളുടെ വേഗത കൂട്ടുന്നു. അതിനുശേഷം 2022 ആദ്യത്തെ ആർട്ടമിസ് 1 ദൗത്യം വരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഈ വർഷം ആർട്ടമിസ് 2 ദൗത്യം ഉണ്ടാകുന്നു. ആർട്ടമിസ് 1 ദൗത്യവും ആർട്ടമിസ് 2 ദൗത്യത്തിന് ഏതാണ്ട് സമാനമായി തന്നെയായിരുന്നു. അന്ന് മനുഷ്യർ ഇല്ലാതെ സമാനമായിട്ടുള്ള ഒരു പേടകം ചന്ദ്രന്റെ മറുവശത്തിലൂടെ സഞ്ചരിച്ച് ഇപ്പോഴത്തേതുപോലെ അത് ഭൂമിയിലേക്ക് എത്തുകയായിരുന്നു. ഇപ്പോൾ മനുഷ്യരെ വഹിച്ചുകൊണ്ടുള്ള ഒരു ആർട്ടമിസ് 2 ദൗത്യമാണ് അത് ചന്ദ്രനെ വലം വെച്ച് ഭൂമിയിലേക്ക് എത്തിയത്. ഈ മിഷന്റെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഭൂമിയിൽ നിന്ന് കാണുന്ന ചന്ദ്രന്റെ ഒരു ഭാഗം, ആ ഒരു ഭാഗമല്ലാതെ ചന്ദ്രന്റെ മറുവശം കണ്ടിട്ടാണ് ഈ സ്പേസ് മിഷന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ തിരിച്ച് ഭൂമിയിലേക്ക് എത്തിയത്. അത് ഇതുവരെ നമ്മൾ ഭൂമിയിൽ നിന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടിട്ടില്ല. അത്തരം ഒരു ഭാഗം മാത്രമാണ്. നമ്മൾ പേടകങ്ങൾ അയച്ചിട്ടുണ്ട്, അല്ലാതെയുള്ള സയന്റിഫിക് റിസർച്ചുകൾ വരെ വളരെ ചുരുക്കമാണ് അവിടെ ചന്ദ്രന്റെ മറുവശത്ത് നടത്തിയിട്ടുള്ളത്. അങ്ങനെ അധികം കാണാത്ത അധികം ഗവേഷണങ്ങൾ നടത്താത്ത ഒരു ഭാഗമാണ്. അപ്പോൾ ഇവിടങ്ങളിൽ ഈ ഒരു സ്ഥലം നേരിട്ട് കണ്ടിട്ടാണ് ഈ 4 പേരും തിരിച്ചു വരുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. അതും ചന്ദ്രന്റെ മറുവശത്ത് പോയ ആ ഒരു ദൗത്യം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് ആ ഒരു പ്രക്രിയ നടക്കുന്നത്. അന്ന് ആ ഒരു സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 45 മിനിറ്റ് ചന്ദ്രന്റെ പിൻവശത്തു കൂടി ഈ ഒരു പേടകം ഭൂമിക്ക് അഭിമുഖമായിട്ട് വരുന്ന ആ സമയം വരെ ഒരു കമ്മ്യൂണിക്കേഷൻ ബ്ലാക്ക് ഔട്ട് ഉണ്ടായിരുന്നു. ആ സമയത്ത് പേടകത്തിലുള്ള മനുഷ്യരുമായിട്ട് ഒന്നും തന്നെ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. ഒരു 45 മിനിറ്റ്, ഒരു ജീവന്റെ വിലയുള്ള 45 മിനിറ്റ് എന്ന് തന്നെ പറയാം. അപ്പോൾ ആ ഒരു സമയത്ത് ആ പേടകത്തിലുള്ളവർ തീർത്തും തനിച്ചായിരുന്നു. അവർ അവിടെ ചന്ദ്രന്റെ മറുവശത്തുള്ള ചിത്രങ്ങൾ പകർത്തി നഗ്നനേത്രങ്ങൾ കൊണ്ട് ആ ഭാഗം ദർശിച്ചു. നമ്മൾ ഭൂമിയിൽ നിന്ന് കാണുന്ന ഈ ഒരു ഭാഗത്തെ ചന്ദ്രകളങ്കങ്ങൾ നമുക്കറിയാം. ചന്ദ്രനിലുള്ള ചില പാടുകൾ, ചില ഗർത്തങ്ങൾ പോലെയുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് കാണാറുണ്ട് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ. എന്നാൽ ചന്ദ്രന്റെ മറുവശം എന്ന് പറഞ്ഞാൽ ഒരുപാട് പർവ്വതങ്ങൾ, അതുപോലെ താഴ്വരകൾ എല്ലാം നിറഞ്ഞ കുറച്ചുകൂടി ഒരു ഭൂമിയിൽ നിന്ന് കാണുമ്പോഴുള്ള ചന്ദ്രകളങ്കങ്ങളെക്കാൾ കൂടുതൽ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അതെല്ലാം നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടിട്ടാണ് ഈ 4 അംഗ സംഘത്തിന്റെ മടങ്ങി വരവെന്ന് പറയുന്നത്. അതും തിരിച്ചു വരുന്ന ഈ ഒരു വരവെന്ന് പറയുന്നതും തന്നെ വളരെയധികം ക്രൂഷ്യൽ ആയിരുന്നു. കാര്യം ശബ്ദത്തിന്റെ 33 മടങ്ങ് വേഗതയിലാണ് ഇവരുടെ പേടകം തിരിച്ച് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. ഏതാണ്ട് 40,000 km/h വേഗതയിൽ. നമുക്കറിയാം ഇത് ഒരു ശബ്ദത്തിന്റെ സ്പീഡ് എന്ന് പറയുന്നത് വെറും 1235 km/h ആണ്. അതിനേക്കാളും ഒരു 33 മടങ്ങ് വേഗതയിലാണ് ഇവരുടെ പേടകം തിരിച്ച് ഭൂമിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്നത്. അതും തിരിച്ചു വരുന്ന ഈ ഒരു ഭാഗം തന്നെ അതും ഒരുപാട് ആകാംക്ഷയോടെ, ഒരുപാട് ആശങ്കയോടെ നോക്കിക്കണ്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഈ പേടകം പ്രവേശിക്കുമ്പോൾ ഈ പേടകത്തിന്റെ പുറം ഭാഗം അത് ചുട്ടുപഴുക്കാനുള്ള സാധ്യതയുണ്ട്. ചുട്ടുപഴുത്ത് അതൊരു പ്ലാസ്മ രൂപത്തിൽ ഈ പേടകമാകും. അങ്ങനെ പ്ലാസ്മ രൂപത്തിലാകുന്ന സമയത്തും ഈ ചന്ദ്രന്റെ മറുവശത്ത് പോകുമ്പോഴുണ്ടായതിന് സമാനമായിട്ടുള്ള ഒരു ബ്ലാക്ക് ഔട്ട് പ്രക്രിയ അത് പേടകത്തിനകത്തുണ്ടാകും. ആ സമയത്തും ഒരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കില്ല. അപ്പോൾ നാസയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അറിയിപ്പ് എന്ന് പറയുന്നത് ചന്ദ്രന്റെ മറുവശത്ത് പോയിട്ട് തിരിച്ചു വന്നതിനേക്കാൾ കൂടുതൽ ആശങ്കയുണ്ടാക്കിയ കാര്യമായിരുന്നു കേവലം മിനിറ്റുകൾ മാത്രമുണ്ടായിരുന്ന ഈ ബ്ലാക്ക് ഔട്ട് പ്രക്രിയ എന്ന് പറയുന്നത്. കാരണം ഇത്രയധികം ഒരു സ്പീഡിൽ തിരിച്ചു വരുന്ന പേടകം, അതും ഇത്രയധികം ഒരു ടെമ്പറേച്ചറിന് മുകളിൽ അതിന്റെ താപനില പോകുമ്പോഴുണ്ടാകുന്ന ഒരു സാങ്കേതിക പ്രശ്നങ്ങൾ, അതെല്ലാം മറികടക്കാൻ നാസയ്ക്കാകുമോ എന്നുള്ള ഒരു പരീക്ഷണത്തിന്റെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു സ്റ്റേജ് തന്നെയായിരുന്നു ഇതെന്ന് പറയുന്നത്. എന്തായാലും ആ 4 പേരും സുരക്ഷിതർ തന്നെയാണ്. ഇന്ന് കൃത്യം ഇന്ത്യൻ സമയം 5:37 ഈ പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്തിട്ടുണ്ട്. അവരുടെ ആരോഗ്യനിലയും സുരക്ഷിതമാണ് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇനി കൂടുതൽ പരിശോധനകൾ, അതുപോലെ അവർ ശേഖരിച്ചിട്ടുള്ള മറ്റ്
പരീക്ഷണ വസ്തുക്കൾ, അതുപോലെ ഒരുപാട് ചിത്രങ്ങൾ അവർ പകർത്തിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഭൂമിയുടെ അസ്തമനം, അതായത് എർത്ത് സെറ്റിന്റെ ഒരു ചിത്രങ്ങൾ അവർ പകർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൂര്യഗ്രഹണത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്. അതുപോലെ ചന്ദ്രന്റെ മറുവശത്തുള്ള ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ, ഇതെല്ലാം പകർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ എല്ലാം പരീക്ഷണമുണ്ട്. അത് മാത്രമല്ല, അവർ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച് വരെ ഇതിന്റെ ചന്ദ്രന്റെ പിൻഭാഗത്തുള്ള ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ട്. അപ്പോ അത്തരം ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പോ അതെല്ലാം ഇനി പരീക്ഷണത്തിന് നിരവധി പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കണം. അതിനുശേഷം നാസ പ്ലാൻ ചെയ്യുന്നത് 2028 ആർടെമിസ് 3 ദൗത്യത്തിലൂടെ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുക എന്നൊരു കാര്യമാണ് പിന്നീട് ഇനി പരീക്ഷിക്കാൻ പോകുന്നത്. അതായത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങാൻ പോകുന്നു. അതിന്റെ ഒരു ആദ്യ പടി എന്ന് പറയാൻ പറ്റില്ല, അതിന്റെ ഒരു രണ്ടാമത്തെ പടിയാണിത്. ആദ്യ പടി 2022 ഇതേ മിഷൻ മനുഷ്യരെ ഇല്ലാതെ നടത്തിയതിലൂടെ കഴിഞ്ഞിരുന്നു. ഇത് രണ്ടാമത്തെ പടിയാണ്. ഇനി മൂന്നാമത്തെ പടി എന്ന് പറഞ്ഞാൽ 2028 നാസ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ പ്രവർത്തനം, പേടകത്തിന്റെ സുരക്ഷിതത്വം, ഇതെല്ലാം പരീക്ഷിക്കാനായിരുന്നു ഇപ്പോൾ ഈ മിഷൻ നടത്തിയത്. ഇനി 2028 എല്ലാവരും നോക്കിക്കാണുന്നത്. അപ്പോൾ മനുഷ്യൻ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഈ ചന്ദ്രനിൽ കാലുകുത്താൻ പോകുന്നു. ചൈനയെ പിന്തള്ളിക്കൊണ്ട് അങ്ങനെ നടക്കുകയാണെങ്കിൽ, ഇപ്പോൾ കാര്യങ്ങൾ ഇപ്പോൾ പ്രതീക്ഷിച്ചതുപോലെയാണെങ്കിൽ 2030 ചൈന പ്ലാൻ ചെയ്ത മിഷനേക്കാൾ മുൻപ് ചന്ദ്രനിൽ ഇറങ്ങുക, അത് തന്നെയാണ് നാസയുടെ ലക്ഷ്യവും. അജയ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആരും കാണാത്ത ചന്ദ്രന്റെ മറുപുറം കാണിച്ചു തന്ന്, അതോടൊപ്പം തന്നെ ഭൂമിയുടെ ഒരു പുതിയ ചിത്രം ലോകത്തുള്ള എല്ലാവർക്കും കാണിച്ചു തന്ന് അത്രയും വിജയകരമായൊരു ലക്ഷ്യത്തിലെത്തിയതിനു ശേഷമാണ് ഈ ആർടെമിസ് 2 ദൗത്യസംഘം തിരികെ എത്തുന്നത്. എന്തൊക്കെയായിരുന്നു ഈ ആർടെമിസ് 2-ന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്നുള്ളത് പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി വിശദീകരിച്ചാൽ നന്നായിരിക്കും അജയ്. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ആർടെമിസ് 2-ന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇനി ആർടെമിസ് 3 ദൗത്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങൾ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പേടകത്തിലുള്ള ഒരു ജീവൻ രക്ഷാ മാർഗങ്ങളുടെ ഒരു പരീക്ഷണം. അതായത് പേടകം ഭൂമിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും, അതുപോലെ തന്നെ ചന്ദ്രനെ വലം വയ്ക്കുമ്പോഴും, അതുപോലെ ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങുമ്പോഴും ഉണ്ടാകുന്ന ഒരു ബ്ലാക്ക് ഔട്ട് പ്രോസസ് ഉണ്ട്. അതായത് കമ്മ്യൂണിക്കേഷൻ കട്ടാകുന്ന ഒരു സ്റ്റേജ്. അത് ഇപ്പോൾ ഭൂമിയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും അതുപോലെ ലാൻഡ് ചെയ്യുമ്പോഴും അത് കേവലം മിനിറ്റുകൾ മാത്രമാണെങ്കിൽ, പിന്നീട് ചന്ദ്രനെ വലം വയ്ക്കുമ്പോൾ അത് ഏതാണ്ട് അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ, ആ സമയമൊക്കെ അത് പിന്നിടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ സമയത്തുണ്ടാകാൻ സാധ്യതയുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ, അതുപോലെ ഈ പേടകത്തിനകത്തുള്ള ലൈഫ് സേവിംഗ് മെഷേഴ്സ് അത് വർക്കിംഗ് കണ്ടീഷനിലാണോ, എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് അവർ നേരിടേണ്ടി വരിക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം, അതെല്ലാം പരീക്ഷണ വിധേയമാക്കേണ്ടതുണ്ടായിരുന്നു. ഈ പേടകം വിക്ഷേപിച്ച ആദ്യ മണിക്കൂറുകളിൽ തന്നെ എല്ലാവരെയും ആശങ്കയിലാക്കിയ വലിയൊരു സാങ്കേതിക പ്രശ്നം ഉണ്ടായതാണ് പേടകത്തിലുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങളുടെ ഒരു ചോർച്ച എന്ന് പറയുന്നത്. അതായത് ഈ പേടകത്തിലെ ഈ ടോയ്ലറ്റ് സംവിധാനത്തിൽ ഈ വിസർജ്യങ്ങൾ പുറത്തേക്ക് പോകാനുള്ള പൈപ്പ് ലൈൻ അത് തകരാറിലാവുകയും അത് ജാം ആവുകയും ചെയ്തിരുന്നു. അപ്പോൾ അതൊരു ആശങ്കയുണ്ടാക്കിയ കാര്യമായിരുന്നു. ഭൂമിയിൽ നിന്ന് തന്നെ, നാസയിൽ നിന്ന് തന്നെ വലിയ ഒരു ആശങ്ക അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സ്പേസ് മിഷനിലുള്ള ഒരു വനിതാ സഞ്ചാരിയായിട്ടുള്ള ക്രിസ്റ്റീന കോച്ച്, അവരാണ് ഇത് പിന്നീട് ശരിയാക്കിയത്. അവർ പിന്നീട് തമാശ രൂപേണ പറയുക തന്നെ ചെയ്തിരുന്നു, താനൊരു പ്ലംബറിന്റെ ജോലിയാണ് ചെയ്തത് എന്നുള്ള രീതിക്ക് അവർ തമാശ രൂപേണ പറയുകയുണ്ടായി. അപ്പോൾ ആ ഒരു പ്രശ്നമാണ് ഈ ഒരു ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരെയും ആശങ്കയിലാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ യാത്രികരെ സംബന്ധിച്ചും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ക്രിസ്റ്റീന കോച്ച് എന്ന് പറയുന്നത് ആദ്യമായി ഒരു ചാന്ദ്ര ദൗത്യത്തിൽ പങ്കാളിയാകുന്ന ഒരു വനിതയാണ്. അതുപോലെ ക്ലോമി ഹാൻസൺ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു കനേഡിയൻ പൗരനാണ്. അതായത് അമേരിക്കയ്ക്ക് പുറത്ത് ഈ ചാന്ദ്ര മിഷനിൽ പങ്കാളിയാകുന്ന ആദ്യത്തെ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. അങ്ങനെ നിരവധി പ്രത്യേകതകൾ കൂടി ഈ ചാന്ദ്ര ദൗത്യത്തിൽ പങ്കാളികളായ ആളുകളുടെ പേരിലുണ്ട്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഈ മിഷൻ എന്തായാലും ഈ രണ്ടാമത്തെ പടി, ചന്ദ്രനിലേക്ക് മനുഷ്യനെ ഇറക്കുന്നതിന്റെ രണ്ടാമത്തെ പടി ഇപ്പോൾ പൂർണ്ണമായിട്ടും വിജയകരമായി. ഇനിയൊരു 2 വർഷത്തെ കാത്തിരിപ്പാണ്. 2028 നാസ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കും എന്ന് തന്നെ എല്ലാവരും കാത്തിരിക്കുന്നു. ഇനി അതിനു മുൻപേ ചൈന എന്തെങ്കിലും പെട്ടെന്ന് അവരുടെ മിഷൻ ഫാസ്റ്റ് ആക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ മുൻപേ നമുക്ക് മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുന്നത് കാണാം. തീർച്ചയായിട്ടും ഒരു ആകാംക്ഷയുണ്ടാക്കുന്ന വലിയൊരു സ്പേസ് റേസിനാണ് ഇനി അങ്ങോട്ട് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.
അജയ്, അതുപോലെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം അകലേക്ക് സഞ്ചരിച്ച ദൗത്യ സംഘമായി ആർട്ടിമിസ് 2 ദൗത്യ സംഘത്തിലെ 4 പേർ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതായിരിക്കും ഇനി മനുഷ്യൻ ഭൂമിയിൽ നിന്ന് പരമാവധി സഞ്ചരിച്ച ദൂരമായി കണക്കാക്കപ്പെടുക. അങ്ങനെയെങ്കിൽ അവർ ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയതിനു ശേഷം അവരെ കുറച്ചു കാലത്തേക്ക് നിരീക്ഷിക്കുമെന്നുള്ളത് നമുക്ക് നേരത്തെ മനസ്സിലാക്കിയ കാര്യമാണ്. ആ നിരീക്ഷണങ്ങളും പഠനങ്ങളും ഒക്കെ ഇനി ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക? ഈ നിരീക്ഷണം എന്ന് പറയുന്നത് അതൊരു സാധാരണ പ്രോസസ്സ് തന്നെയാണ്. കാരണം ഈ 4 പേരെന്ന് പറയുന്നത് ഭൂമിയുടെ ഒരു ഭ്രമണപഥത്തിൽ നിന്ന് മുകളിൽ പോയി സാധാരണ ഭൗമ അന്തരീക്ഷത്തിനേക്കാൾ അല്ലാത്ത ഒരു സാഹചര്യങ്ങളിലൂടെ പിന്നിട്ട് വന്നവരാണ്. അപ്പോൾ അവരെ ഒരു ക്വാറന്റൈനിൽ പാർപ്പിക്കുക എന്നുള്ളത് ഒരു നോർമൽ പ്രൊസീജിയർ ആണ്. ഇനി അതിനുശേഷം മാത്രമേ അവർക്ക് മാധ്യമങ്ങളെ അടക്കം കാണാൻ സാധിക്കുകയുള്ളൂ. അത് ഇപ്പോൾ അവരുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ അടക്കമുണ്ട്. കാരണം അവർ ഇതുവരെ ഒരു സീറോ ഗ്രാവിറ്റിയിൽ കഴിഞ്ഞുകൂടി പിന്നീട് ഭൂമിയിലേക്ക് വന്നതാണ്. അപ്പോൾ പെട്ടെന്ന് ഗ്രാവിറ്റിയിലേക്ക് തിരിച്ചു വരുമ്പോൾ അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കാൻ തന്നെ സാധിക്കാത്തൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് സ്പ്ലാഷ് ഡൗണിന് ശേഷം അവർ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു സപ്പോർട്ടോടെയാണ് അവർ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് തന്നെ. അതായത് ഒരു അധികം ദൂരം അവർക്ക് ഒറ്റയ്ക്ക് നടക്കാൻ സാധിക്കില്ല ഈ ഗ്രാവിറ്റിയിൽ. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ അടക്കമുണ്ട്. അതുപോലെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുശേഷം മാത്രമായിരിക്കും അവർക്കൊരു സാധാരണ ജീവിതത്തിലേക്ക് കടക്കാനാവുക. ഇതിന്റെ ഒരു ദൂരം സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇതിനു മുൻപേ നമ്മൾ ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ചിട്ടുള്ളത് അപ്പോളോ 17 മിഷൻ വഴിയാണ്. അത് 1972 വിക്ഷേപിച്ചിട്ടുള്ള അമേരിക്കയുടെ മറ്റൊരു ചാന്ദ്ര ദൗത്യമാണ്. അന്ന് ചന്ദ്രനിൽ ഇറങ്ങിയുള്ള മിഷനായിരുന്നു. അന്ന് ഭൂമിയിൽ നിന്ന് ഈ ഒരു പേടകം ഏതാണ്ട് 4,171 കിലോമീറ്റർ സഞ്ചരിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ പേടകം ആ ഒരു റെക്കോർഡ് കൂടി മറികടന്നിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയാണ് ഭൂമിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച ഒരു റെക്കോർഡ് ഈ പേടകത്തിന്റെ പേരിലാകുന്നത്. ഇപ്പോൾ ഇത് സഞ്ചരിച്ച ആകെ ദൂരം എന്ന് പറയുന്നത് 4,06,771 കിലോമീറ്റർ ആണ്. അപ്പോൾ അതായത് അതിനേക്കാൾ കുറച്ചുകൂടി ദൂരം, അതിനേക്കാൾ വലിയ ഒരു ദൂരമല്ല പിന്നിട്ടത്. അപ്പോളോ 17 ഒരു ചെറിയ മാർജിനിൽ ഇപ്പോൾ ആർടെമിസ് 2 ദൗത്യ സംഘം അതിന്റെ ആ ഒരു റെക്കോർഡ് അത് പിന്നിട്ടിട്ടുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും ഇപ്പോ ഇത് ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് ഏതാണ്ട് കേവലം 6,550 കിലോമീറ്റർ മാത്രം ഉയരത്തിലാണ് ഈ പേടകം എത്തി നിന്നത്. അത്ര അടുത്ത് വരെ ഈ പേടകം എത്തി മറ്റേ വിവരങ്ങളടക്കം ശേഖരിക്കാനായിട്ടുണ്ട്. അതും ചന്ദ്രനിലേക്ക് നേരിട്ട് ഇറങ്ങിയിട്ടില്ല. ഇനി ഇറങ്ങുന്നത് 2028 അപ്പോൾ 6,550 കിലോമീറ്റർ മാത്രം മുകളിൽ നിന്നുള്ള ഒരു ചന്ദ്രനെ നിരീക്ഷിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ മറ്റ് പരീക്ഷണങ്ങൾ, അതെല്ലാമാണ് നിലവിൽ നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് ചന്ദ്രന്റെ ഒരു ഭ്രമണപഥത്തിനകത്ത് കയറി വളരെ, നമുക്ക് ഈ ദൂരം പറയുമ്പോൾ കൂടുതലാണെന്ന് തോന്നുമെങ്കിലും വളരെ അടുത്ത് തന്നെ നിന്നുള്ള ഒരു നിരീക്ഷണ പ്രക്രിയകളാണ് നടത്തിയത്. ഇനി ഇവരുടെ ഭാഗത്തു നിന്നും ശേഖരിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങൾ, അതടക്കം മറ്റ് ശാസ്ത്ര പര്യവേഷണ മറ്റ് കാര്യങ്ങൾ, അതൊക്കെ എന്തൊക്കെയാണ് ഇവർ ശേഖരിച്ചത്, അതിന്റെയൊക്കെ ഉൾപ്പെടെ ഒരു നിരീക്ഷണങ്ങൾ, മറ്റ് പരീക്ഷണങ്ങൾ, അതൊക്കെയാണ് ഇനി വരും ദിവസങ്ങളിൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അജയ്, ചൈനയ്ക്ക് മുൻപേ മനുഷ്യനെ ചന്ദ്രനിൽ കാലുകുത്തിക്കുക രണ്ടാമതൊരിക്കൽ കൂടി എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം. ആർട്ടിമിസ് 2 കൂടി വിജയകരമാകുമ്പോൾ അത് ലക്ഷ്യത്തിലെത്തുമെന്ന് തന്നെ അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ഒരു വേഗത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ചൈനയ്ക്ക് മുൻപേ അത് സാധ്യമാകും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇനി ഇപ്പോൾ ഈ ആർടെമിസ് 2 വിജയമായത് കൊണ്ട് ചൈന ഇനി അവരുടെ ഒരു പരീക്ഷണങ്ങൾ അത് കൂടുതൽ വേഗത്തിലാക്കുകയാണെങ്കിലേ ഉള്ളൂ. എന്നാലും കൂടുതൽ ആ ഒരു മിഷനെ പറ്റിയിട്ടുള്ള മറ്റു വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. പക്ഷേ അവരും ഈ ഒരു മിഷനിൽ വളരെ വേഗത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് മുൻപ് ഇപ്പോൾ ഈ റഷ്യയും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിലുണ്ടായിട്ടുള്ള ഒരു സ്പേസ് റേസ് അതറിയാം. ഇപ്പോൾ അതിന്റെ ഒരു 2ാം ഘട്ടം ചിലപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാം. ഇപ്പോൾ അമേരിക്ക ചൈനയേക്കാൾ മുൻപേ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ അടുത്ത് ഇനി ചൊവ്വയായിരിക്കും ലക്ഷ്യം വയ്ക്കാൻ പോകുന്നത്. നാസയുടെ ഒരു മുൻപ് വന്നിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഇപ്പോൾ ചന്ദ്രനിലൊരു ഇടത്താവളം സജ്ജീകരിക്കുക എന്നുള്ളതാണ്. അതായത് മനുഷ്യർക്ക് സ്ഥിരമായി അവിടെ പോയി എങ്ങനെയാണോ നമ്മുടെ ഒരു അന്താരാഷ്ട്ര ഒരു ബഹിരാകാശ നിലയമുണ്ട്,
ഭൂമിയെ വലം വയ്ക്കുന്ന. അപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെ സമാനമായി ചന്ദ്രനിൽ ഒരു ഇടത്താവളം സജ്ജീകരിച്ച് മനുഷ്യനെ സ്ഥിരമായി ചന്ദ്രനിൽ താമസിപ്പിക്കുക, അതുവഴിയുള്ള പരീക്ഷണങ്ങൾ, അതെല്ലാമാണ് നാസ ഇനി ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണങ്ങളായിരിക്കാം ഇനി 2028 മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കിയതിനു ശേഷം നടത്താൻ പോകുന്നത്. അതിനുശേഷം പിന്നീട് അതിലൂടെ ചൊവ്വ ദൗത്യം ഉൾപ്പെടെ, ചൊവ്വയിലേക്ക് മനുഷ്യനെ അയക്കുന്ന ദൗത്യം, അതുൾപ്പെടെ കൂടുതൽ വേഗത്തിലാക്കാനുള്ള നടപടിക്രമങ്ങളായിരിക്കും സ്വീകരിക്കാൻ പോകുന്നത്. എന്നാൽ ചൊവ്വ ദൗത്യം എന്ന് പറയുന്നത്, ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ വളരെ അടുത്താണ്, ചൊവ്വ വളരെ ദൂരെയാണ്. അപ്പോൾ അവിടേക്ക് എത്താനുള്ള കൂടുതൽ ഇനി ഒരുപാട് ശാസ്ത്രീയമായിട്ടുള്ള അതിന്റെ മറ്റ് സാങ്കേതിക വിദ്യകളടക്കം ഇനി ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അതുൾപ്പെടെ ഇനി വരും വർഷങ്ങളിൽ ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് കാത്തിരിക്കാം. ശരി, ആർട്ടമിസ് 2 അങ്ങനെ വിജയകരമായി സ്പ്ലാഷ് ഡൗൺ ചെയ്തിരിക്കുന്നു. 4-അംഗ സംഘം മടങ്ങിയെത്തിയിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇനി അവർ കുറച്ച് ദിവസത്തേക്ക് ക്വാറന്റീനിലായിരിക്കും, നിരീക്ഷണത്തിലായിരിക്കും. അതിനൊക്കെ ശേഷമായിരിക്കും മാധ്യമങ്ങളെ അടക്കം കാണുന്നുണ്ടാവുക. അജയ് സുധാ ബിജു ആണ് കൂടുതൽ വിവരങ്ങൾ. Across the flight deck, now on his way to the medical bay. It's a short walk, less than a minute. Again, that's why the recovery team decided to use helicopters to get them on the flight deck for that short walk to medical bay. And now on the flight deck, we see the chief of the astronaut office, Scott Tingle. Rick Shuring switching places. He's going over to the other helicopter. Big hugs from Victor, Christina to Scott. Again, a gorgeous sunset setting the stage for this recovery tonight. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ബിജെപിയുടെ ക്രിസ്ത്യൻ നയതന്ത്രം പാളിയിട്ടില്ലെന്ന് വി മുരളീധരൻ. കഴക്കൂട്ടത്തടക്കം ഇതിന്റെ ഗുണം കിട്ടും. FCRA വിഷയത്തിൽ ക്രൈസ്തവ സഭകൾ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. PC ജോർജിന്റെയും ഷോൺ ജോർജിന്റെയും നിലപാട് സംബന്ധിച്ച് അഭിപ്രായം പറയാനില്ലെന്നും വി മുരളീധരൻ പറഞ്ഞു. ഇപ്പോൾ കഴക്കൂട്ടത്തെ ബാധിക്കില്ലായിരിക്കും. പക്ഷേ ഇപ്പോൾ ഇന്ന് ഷോൺ ജോർജും PC ജോർജും ഒക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ സഭയെക്കുറിച്ച്. സഭയെ വിശ്വാസത്തിലെടുത്തതാണ് BJP. അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുവാൻ ശ്രമിച്ചതുമാണ് ക്രൈസ്തവ സമുദായത്തിൻ്റെ. പക്ഷേ UDF വോട്ട് ചെയ്യണം എന്ന രീതിയിൽ സഭാ നേതൃത്വങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. BJPക്ക് വോട്ട് ചെയ്യരുത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അത് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? അത് BJPക്ക് കഴക്കൂട്ടത്തെ അല്ലേ ഞാൻ ചോദിച്ചത്. അത് ബാക്കിയുള്ള സാഹചര്യം എനിക്കറിയില്ല. കാരണം ഞാൻ കഴിഞ്ഞ പ്രാക്ടിക്കലി ഒരു മാസമായിട്ട്, ഒരു മാസമല്ല, ഒരു 10-40 ദിവസമായിട്ട് ഞാൻ കഴക്കൂട്ടത്തിൻ്റെ അതിർത്തിക്ക് പുറത്തുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത് ഓരോ സ്ഥാനാർത്ഥി അവരവരുടെ ഉത്തരവാദിത്വമാണ്. സംസ്ഥാന തലത്തിൽ സഭാ നേതൃത്വമായിട്ടുള്ള ചർച്ച എന്താണ്, അത്തരം കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിവില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റില്ല. പക്ഷേ ഇത്തരം കാര്യങ്ങൾ സഭയ്ക്കെതിരെ പറയുമ്പോൾ അതിന്റെ ആവശ്യമുണ്ടായിരുന്നു. ഇപ്പോൾ ഷോണും അതൊക്കെ പ്രസിഡന്റ് തീരുമാനിക്കേണ്ട പ്രാധാന്യമുള്ളതാണോ? അതൊക്കെ പ്രസിഡന്റ് തീരുമാനിക്കേണ്ട വിഷയമാണ്, ഞാൻ പറയേണ്ട കാര്യം. അവർ തമ്മിൽ എന്തൊക്കെയാണ് ചർച്ച ചെയ്തത് എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യം. പക്ഷേ ഇപ്പോൾ ഈ കന്യാസ്ത്രീകളുടെ കാര്യത്തിലൊക്കെ BJPയുടെ ഇടപെടൽ നടന്നതാണല്ലോ. ഇപ്പോൾ FCRA വിഷയത്തിൽ ഇപ്പോൾ തന്നെ ആ ബില്ല് നടപ്പാക്കുന്നില്ല. അതും അവരുടെ ആശങ്ക കൂടി പരിഗണിച്ചുകൊണ്ടാണല്ലോ. അപ്പോൾ ഈ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് BJP നടത്തുന്നുണ്ട്, പക്ഷെ അത് തിരിച്ചത് ഫലം കിട്ടുന്നില്ല എന്നാണോ? അങ്ങനെയൊന്നും എനിക്ക് അഭിപ്രായമില്ല. നമുക്കിവിടെ അനുകൂലമായിട്ടുള്ള നിരവധി ആൾക്കാർ അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. അപ്പം ക്രിസ്ത്യൻ ഔട്ട്റീച്ച് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ചില സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവില്ലായിരിക്കും. എനിക്കും അതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല. അമ്പലവിശ്വാസി എന്ന് തെളിയിക്കാൻ കടകംപള്ളി സുരേന്ദ്രൻ നടത്തിയ ശ്രമങ്ങൾ കഴക്കൂട്ടത്തെ വോട്ടർമാർ തിരിച്ചറിഞ്ഞെന്ന് വി മുരളീധരൻ. തന്റെ വിജയത്തിന് ഇതും കാരണമാകും. ക്ഷേത്രത്തിലെ തീർത്ഥം നിലത്തൊഴിച്ചു കളഞ്ഞത് തിരിച്ചടിയാകുമെന്ന് കണ്ടാണ് കടകംപള്ളി വിശ്വാസിയായതെന്ന് വരുത്താൻ ശ്രമിച്ചതെന്നും വി മുരളീധരൻ പറഞ്ഞു. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഒരു പുകമറ ആണ് ഉള്ളത്. അപ്പോൾ ഈ സാഹചര്യം
അന്നത്തെ മന്ത്രിയായിരുന്ന ആൾക്കെതിരായിട്ട് ജനങ്ങളുടെ മനസ്സിലൊരു വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തെ അയ്യപ്പൻ രക്ഷിക്കുമെന്നും ഭദ്രകാളി രക്ഷിക്കുമെന്നും ഒക്കെയാണ്. അവസാനം അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞല്ലോ, വിശ്വാസികൾക്ക് അറിയാം ഇതെല്ലാം, മറിച്ച് പറയുന്ന ആളുകളോട് ഭദ്രകാളി ചോദിക്കും, അയ്യപ്പൻ ചോദിക്കുമെന്നൊക്കെയാണ്. അയ്യപ്പനും ഭദ്രകാളിയൊക്കെ ഇത്രയും കാലം എവിടെയായിരുന്നു എന്നുള്ളതാണ്. കാരണം 2026 വരെ അദ്ദേഹത്തിന് അയ്യപ്പനും ഭദ്രകാളിയൊന്നും ഇല്ലായിരുന്നു. 2026 ഏപ്രിൽ മാസത്തിലാണ് അദ്ദേഹത്തിന് അയ്യപ്പനും ഭദ്രകാളിയെയും കുറിച്ചുള്ള ബോധമുണ്ടായത്. അപ്പോൾ അതൊക്കെ ജനങ്ങൾക്കറിയാം. ജനങ്ങൾ ഇത്രയും കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അയ്യപ്പനും ഭദ്രകാളിയെക്കുറിച്ചുണ്ടായിരുന്ന ആൾ ആചാരങ്ങൾ ലംഘിക്കപ്പെടാനുള്ളതാണ് എന്ന് പറയില്ല. അദ്ദേഹം ഒരു വിശ്വാസിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതെന്നു മുതലാണെന്നുള്ളതാണ് അദ്ദേഹം. കുംഭമേള വൈറൽ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ട് ആയിരുന്നില്ലെന്ന് കണ്ടെത്തിയതോടെ വിവാഹം സങ്കീർണമായ നിയമക്കുരുക്കിലേക്ക് നീങ്ങുമെന്നുറപ്പായി. വിഷയത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് കേരളത്തിലെയും മധ്യപ്രദേശിലെയും DGPമാരോട് ഏപ്രിൽ 22-ന് ഡൽഹിയിൽ ഹാജരാകാൻ ഷാനൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഓരോ 3 ദിവസത്തിലും കേസിലെ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായില്ലെന്ന വിവരങ്ങൾ പുറത്തുവന്നതോടെ വിവാഹത്തിന് പിന്തുണ നൽകിയവരും നിയമക്കുരുക്കിൽപ്പെട്ടേക്കും. ഇറാൻ US നിർണായക ചർച്ചകൾ ഇന്ന്. ഇസ്ലാമാബാദിൽ പശ്ചിമേഷ്യയിൽ നിന്ന് അമേരിക്കൻ സേനയുടെ പിന്മാറ്റം. ഹോർമുസ് കടലിടുക്കിൽ ടോൾ അടക്കം സങ്കീർണമായ നിർദ്ദേശങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ച 10 പദ്ധതിയിലുള്ളത്. ഹോർമുസ് കടലിടുക്കിൽ ടോൾ അനുവദിക്കില്ലെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. No, we're not going to let that. It's international water. If they're doing that, nobody knows if they're doing that, but if they're doing that, we're not going to let that happen. What would a good deal look like for you? No nuclear weapon, number one. You know, I think it's already been regime change, but we never had that as a criteria. No nuclear weapon. That's 99% of it. Yeah, but that'll open up automatically. The answer is yes, but the strait will open up. If we just left, the strait's going to, otherwise they make... സമാധാന ചർച്ചകൾക്കിടെ തെക്കൻ ലെബനനിൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കി. കാർത്തിക് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. കാർത്തിക്, ഈ ചർച്ചയ്ക്ക് മുന്നേ തന്നെ ട്രംപിന്റെ ഭാഗത്ത് നിന്നൊരു ഭീഷണി എന്ന നിലയിൽ, ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ പറഞ്ഞിരുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ചർച്ച വിജയകരമല്ലെങ്കിൽ ഇനിയും ആയുധമെടുക്കും, ഇനിയും ആക്രമണം ഉണ്ടാകുമെന്നതാണ്. ഇത് നമുക്കൊരു മുന്നറിയിപ്പായി വേണമെങ്കിൽ കണക്കാക്കാം, അല്ലെങ്കിൽ ഒരു ഭീഷണിയായി വേണമെങ്കിൽ കണക്കാക്കാം. ഇറാന്റെ ഈ 10 പദ്ധതി അത് അംഗീകരിച്ചില്ലെങ്കിൽ ചർച്ച എന്തുകൊണ്ടും വിജയകരമാകാനുള്ള സാധ്യതയും കുറവാണ്. അങ്ങനെയെങ്കിൽ ഇനി ആക്രമണം തുടരുമെന്ന് തന്നെ വേണോ മനസ്സിലാക്കാൻ? അനുശ്രീ, ലോകത്തിന്റെ ശ്രദ്ധ ഇന്ന് ഇസ്ലാമാബാദിലേക്കാണ്. ഇസ്ലാമാബാദിൽ പശ്ചിമേഷ്യൻ യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾ, ആ ചർച്ചകളുടെ ഫലം എന്താകും എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. US പ്രതിനിധി സംഘവും അതോടൊപ്പം തന്നെ ഇറാന്റെ പ്രതിനിധി സംഘവും തമ്മിലാണ് ചർച്ച. ഇറാന്റെ പ്രതിനിധി സംഘം ഇന്നലെ തന്നെ ഇസ്ലാമാബാദിൽ എത്തി. അല്പസമയത്തിനകം തന്നെ US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ പ്രതിനിധി സംഘവും ഇസ്ലാമാബാദിലെത്തും. ഇന്ന് രാവിലെ ആയിരിക്കും ചർച്ചകൾ. 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഈ ചർച്ചകൾ പുരോഗമിക്കുക എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇറാന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന് നേതൃത്വം നൽകുന്നത് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബക്കർ കാലിബാഫാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിൽ ഇറാന്റെ രാഷ്ട്രീയ, സൈനിക, സാമ്പത്തിക മേഖലകളിലെ സുപ്രധാന നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയം. അതോടൊപ്പം തന്നെ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള US പ്രതിനിധി സംഘത്തിൽ സ്റ്റീവ് വിറ്റ്കോഫും അതോടൊപ്പം തന്നെ ട്രംപിന്റെ മുതിർന്ന ഉപദേശകനും അദ്ദേഹത്തിന്റെ മരുമകനുമായ ജാരദ് കുഷ്ണർ അടക്കമുള്ളവർ ആണ് ഈ പ്രതിനിധി സംഘത്തിൽ ഉള്ളത്. ആദ്യഘട്ടത്തിൽ ഈ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുന്ന പാകിസ്ഥാൻ, ഈജിപ്റ്റ്, ടർക്കി അടക്കമുള്ള രാജ്യങ്ങളിലെ പ്രതിനിധി സംഘങ്ങൾ ഇരു വിഭാഗങ്ങളുമായി ചർച്ച നടത്തും. അതിനുശേഷമാവും നേരിട്ടുള്ള ഒരു ചർച്ചകൾക്ക് വഴിയൊരുങ്ങുക. എന്തായാലും ഇറാൻ മുന്നോട്ട് വച്ച 10 ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങളിൽ ഊന്നിയായിരിക്കും ഈ ചർച്ച മുന്നോട്ട് പോവുക. ഇറാൻ നേരത്തെ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ഏറ്റവും പ്രധാനം ഇറാന് മേലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കണം എന്നതാണ്. മറ്റൊന്ന്, ഹോർമൂസ് കടലിടുക്കിൽ ജലഗതാഗതത്തിന് പുതിയ പ്രോട്ടോകോൾ, അതായത് ഇറാന്റെ അധീനതയിൽ തന്നെ പുതിയ പ്രോട്ടോകോൾ പ്രകാരമായിരിക്കും ഈ അന്താരാഷ്ട്ര ജലപാതയിലൂടെയുള്ള ഗതാഗതം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം പശ്ചിമേഷ്യയിൽ നിന്ന് ഈ US സേന പിന്മാറണം എന്നതാണ്. യുറേനിയം സമ്പുഷ്ടീകരണത്തിന് അവകാശം ഉണ്ട്, ഊർജ്ജ ആവശ്യങ്ങൾക്കായി യുറേനിയം സമ്പുഷ്ടീകരണത്തിന് അനുമതി നൽകണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. യുദ്ധം എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള കൃത്യമായ ഗ്യാരണ്ടികൾ വേണം. ഇത്തരത്തിലുള്ള ആവശ്യങ്ങളാണ് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ ഹോർമൂസ് കടലിടുക്കിലൂടെ ഒരു പ്രോട്ടോകോൾ പ്രകാരം ടോൾ പിരിക്കാനുള്ള ഇറാന്റെ നിർദ്ദേശം ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത്. അല്പം മുമ്പ്
ട്രംപിൻ്റെ പ്രതികരണം നമ്മൾ കേട്ടിരുന്നു. അതിലും അദ്ദേഹം വ്യക്തമാക്കുന്നത് ഫ്രീ ഫ്ലോ ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഇത്തരത്തിൽ ടോൾ ഏർപ്പെടുത്താനുള്ള നീക്കം ശരി. യു.എസ്.ഇറാൻ ചർച്ച അങ്ങനെ പുരോഗമിക്കുകയാണ്. ചർച്ച വിജയകരമായിരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാർത്തിക്കാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ BDS വിദ്യാർത്ഥി കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ച സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി കുടുംബം. വകുപ്പ് മേധാവി മാനസികമായും ശാരീരികവുമായി കുട്ടിയെ ഉപദ്രവിച്ചിരുന്നുവെന്നും കുടുംബം പറയുന്നുണ്ട്. സമാന സംഭവത്തിൽ സസ്പെൻഷൻ നേരിട്ട വ്യക്തിയാണ് വകുപ്പ് മേധാവിയെന്നും നിധിന്റെ മരണത്തിൽ ദുരൂഹത നീക്കണമെന്നും കുടുംബം പറയുന്നു. സാരംഗ് സുധാകരൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, ഇപ്പോൾ ഗുരുതര ആരോപണവുമാണ് കോളേജിനെതിരെ, വകുപ്പ് മേധാവിക്കെതിരെ ഉയർന്നു വരുന്നത്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യം? അനുശ്രീ, കഴിഞ്ഞ ദിവസം വൈകുന്നേരമായിരുന്നു നിതിൻ രാജ് ഈ ആശുപത്രി കെട്ടിടത്തിൽ നിന്നും ചാടി മരിച്ചു എന്നൊരു വാർത്ത പുറത്തേക്ക് വരുന്നത്. അതിനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുടുംബത്തിന്റെ പ്രതികരണത്തിലേക്ക് വരുമ്പോഴാണ് ആശുപത്രിയിൽ നിന്ന് നേരിട്ട വലിയ ഗുരുതരമായിട്ടുള്ള റാഗിംഗ്, ഒപ്പം തന്നെ വകുപ്പ് മേധാവിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള പീഡനം. പുഴുത്ത പട്ടി എന്നായിരുന്നു ഈ വകുപ്പ് മേധാവി നിതിൻ രാജിനെ പലതവണയായി വിളിച്ചിരുന്നത്. ഒപ്പം തന്നെ ഇവിടെ നിന്നും പഠിച്ച് പഠനം പൂർത്തിയാക്കി പുറത്തേക്ക് പോകാൻ സമ്മതിക്കില്ല, വലിയ രീതിയിലുള്ള നിറത്തെ അടക്കം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ആരോപണങ്ങളടക്കം നടത്തിയിരുന്നു വകുപ്പ് മേധാവി. ഒപ്പം സീനിയേഴ്സിന്റെ റാഗിങ്ങും ഗുരുതരമായി ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ കുടുംബത്തിന്റെ ആരോപണം. പലതവണയായി വീട്ടിൽ വന്നിരുന്നു. ഒരു മാസത്തോളം വീട്ടിൽ വന്നിരുന്നതിന് ശേഷം പിന്നീട് വീട്ടുകാരുടെ നിർബന്ധപ്രകാരമായിരുന്നു തിരിച്ചുപോയത്. കഴിഞ്ഞ ദിവസം ഇവിടേക്ക് എത്തേണ്ട നിതിൻ രാജായിരുന്നു. ഇന്ന് രാവിലെ 6:30 ഇവിടേക്ക് വീട്ടിലേക്ക് എത്തേണ്ട നിതിൻ രാജാണ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു മരണത്തിലേക്ക് എത്തുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസം ഉച്ചയോട് വരെ കുടുംബത്തോട് സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു മരണത്തിൽ ദുരൂഹതയുണ്ട്, അതിൽ കൃത്യമായ ഒരു അന്വേഷണം വേണം. മാത്രമല്ല വകുപ്പ് മേധാവി ഗുരുതരമായ രീതിയിൽ കുട്ടികളെ അധിക്ഷേപിക്കുന്നുണ്ടായിരുന്നു എന്നാണ് കുടുംബത്തിന്റെ ആരോപണം വരുന്നത്. എന്തിനായാലും പോലീസിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടത്തേണ്ടി വരും. ഒപ്പം കൂടുതൽ പരാതിയുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ കുടുംബം ശ്രമിക്കുന്നത്. അനുശ്രീ. ശരി, സാരംഗ് സുധാകരനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ നിന്ന് കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി മരിച്ച യുവാവിന്റെ മരണത്തിൽ ഇപ്പോൾ ഗുരുതര ആരോപണവുമാണ് വീട്ടുകാർ ഉന്നയിക്കുന്നത്. ഇതിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി രാവിലെയുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ്, സ്പെഷ്യൽ ഡേയിലേക്ക്. പൂവച്ചൽ സ്വദേശിയും ഫിലിം മേക്കപ്പ് ആർട്ടിസ്റ്റുമായ ജിഹാസ് പൂവച്ചലിന്റെ ജന്മദിനമാണിന്ന്. ജിഹാസിന് ന്യൂസ് 18 കുടുംബത്തിന്റെ പേരിലും പിറന്നാൾ ആശംസകൾ നേരുകയാണ്. രാവിലെയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നാളെ വീണ്ടും കാണാം. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.